തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു വേളയിൽ NDA പ്രവർത്തകർക്ക് ആവേശമായി ഇന്ന് പ്രധാനമന്ത്രി കൊച്ചിയിലേക്ക് എത്തുകയാണ്. 11:30 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാണ് പ്രധാനമന്ത്രി ഇറങ്ങുന്നത്. അതിനുശേഷം അദ്ദേഹം നേവൽ ഹെലിപ്പാഡിലേക്ക് വരും. അവിടെ നിന്നും റോഡ് മാർഗമാണ് ആദ്യ പരിപാടിയിലേക്ക് വരുന്നത്. ധീവരസഭയുടെ സുവർണ ജൂബിലി ആഘോഷം അത് മറൈൻ ഡ്രൈവിലാണ്. അവിടെയാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പരിപാടി. ഈ പരിപാടിക്ക് ശേഷം അദ്ദേഹം കലൂർ സ്റ്റേഡിയത്തിലേക്ക് എത്തും. കലൂർ സ്റ്റേഡിയത്തിന്റെ തൊട്ട് മുന്നിൽ നിന്ന് ഒരു റോഡ് ഷോ തന്നെയുണ്ട്. NDA പ്രവർത്തകർ ഏകദേശം 10,000-ഓളം പ്രവർത്തകർ അതിൽ അണിനിരക്കും എന്നുള്ളതാണ് ഇപ്പോൾ നേതാക്കൾ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനുശേഷം കേന്ദ്ര പദ്ധതികളുടെ ഉദ്ഘാടനമാണ്. അത് കലൂർ സ്റ്റേഡിയത്തിന് തൊട്ടടുത്താണ്. അവിടെയാണ് ഈ കേന്ദ്ര പദ്ധതികളുടെ ഏകദേശം 10,800 രൂപയുടെ ഊർജ്ജ ഹൈവേ മേഖലകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള 10,800 രൂപയുടെ പദ്ധതികളുടെ ശിലാസ്ഥാപനം, അതിൻ്റെ ഉദ്ഘാടനം അദ്ദേഹം ഇന്ന് കൊച്ചിയിൽ നിർവഹിക്കും. അതിനുശേഷമാണ് NDAയുടെ പൊതുസമ്മേളനം. ഏകദേശം 2 മണിയോട് കൂടിയാണ് NDAയുടെ പൊതുസമ്മേളനമുള്ളത്. ഈ റോഡ് ഷോയ്ക്ക് ശേഷം ഒരു പ്രധാനമായിട്ടുള്ള ഒരു സംഘടനാ പരിപാടി ഈ പൊതുസമ്മേളനമാണ്. 50,000-ഓളം ആളുകൾ അതിൽ പങ്കെടുക്കും എന്നുള്ളതും അറിയിച്ചിരിക്കുന്നു. വളരെ കർശനമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ് പ്രധാനമന്ത്രിയുടെ വരവോടുകൂടി ഇന്ന് കൊച്ചിയിൽ ഇപ്പോൾ വെച്ചിട്ടുള്ളത്. ഏകദേശം 11 മണി മുതൽ 4 മണി വരെ കടുത്ത ഗതാഗത നിയന്ത്രണം ഉണ്ടാവും. അത് പ്രേക്ഷകർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം പരമാവധി മെട്രോ സർവീസ് ഉപയോഗിക്കുക, അതേപോലെ തന്നെ SLC പരീക്ഷയ്ക്കൊക്കെ പോകുന്ന വിദ്യാർത്ഥികൾ നേരത്തെ തന്നെ സ്കൂളിലേക്ക് എത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക തുടങ്ങിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇതിനോടകം തന്നെ പോലീസ് പറഞ്ഞു കഴിഞ്ഞു. ഒപ്പം ഭാരവാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ നഗരത്തിലേക്ക് പ്രവേശിക്കാനും കഴിയുകയില്ല. ഇത്തരം കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. റൂട്ടുകൾ മാറ്റിയവയൊക്കെ തന്നെ നമ്മൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അവ കൂടി ശ്രദ്ധിച്ചു വേണം ഇന്ന് കൊച്ചിയിലൂടെ സഞ്ചരിക്കാൻ എന്നുള്ളതും പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്. മറ്റൊന്നുള്ളത്, BJPയെ സംബന്ധിച്ച് അവരുടെ പ്രകടന പത്രിക, NDA മുന്നോട്ട് വയ്ക്കുന്ന പ്രകടന പത്രിക ഇന്ന് പ്രധാനമന്ത്രി പ്രകാശനം ചെയ്യും. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി 3,000 രൂപ ക്ഷേമ പെൻഷൻ കൂട്ടുമെന്ന് അടക്കമുള്ള വലിയ വാഗ്ദാനങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെ കവച്ചു വയ്ക്കുന്ന എന്തായിരിക്കും BJP ഇന്ന് സസ്പെൻസായി കൊച്ചിയിൽ കരുതി വച്ചിരിക്കുന്നത് എന്നുള്ളത് കൂടി ഒരു രാഷ്ട്രീയ ആകാംക്ഷയായി നിൽക്കുകയാണ്.